റബേക്ക ജോസഫ്, ഇവിടെ ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി ഗുരുതരമായ ഒരു ആരോപണമാണ്. മാത്രമല്ല നോർത്തേൺ CCF തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു. പിന്നെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ ഈ നോർത്തേൺ CCF ഇന്നൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്നതും കൂടെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. പ്രത്യേകിച്ചും ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യ മൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആഴത്തിൽ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ ആ ഉദ്യോഗസ്ഥ ചുമതലപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് അവർക്ക് ആ ഒരു ദൗത്യം കൂടി അവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിഴവുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. എന്നിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ആ വകുപ്പ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. റബേക്ക ജോസഫ്, ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഇതൊക്കെ കണ്ടില്ലേ, റേഡിയോ കോളർ ഘടിപ്പിച്ച് അവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. അവരുടെ എവിടെയായിരുന്നു അവരുടെ ആവാസ സ്ഥലം, അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇവിടെ അരിക്കൊമ്പൻ വന്നപ്പോഴും ഇതേ വിഷയമായിരുന്നു. അരിക്കൊമ്പനെ മെരുക്കി എടുത്തുകൂടെ എന്നൊരാലോചനയിലേക്കാണ് വനം വകുപ്പ് കടന്നത്. പൊതുസമൂഹവും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. നിങ്ങളടക്കമുള്ളവരുടെ ആവശ്യം എന്തായിരുന്നു? കോടതി പോലും ഒരുപക്ഷെ സമ്മർദ്ദത്തിലായത് നിങ്ങളുടെ ഈ ആവശ്യത്തിൻ്റെ മുന്നിലാണ്. അത് അങ്ങനെ മെരുക്കിക്കൂടാ. മയക്കുവെടി വെച്ച് ഈ പറയുന്ന റേഡിയോ കോളർ ഘടിപ്പിച്ച് തുറന്നു വിടുക. ഈ തുറന്നു വിടുമ്പോൾ ഉണ്ടാകുന്ന പരിണതഫലവും കൂടെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? സർ, ഇവിടെ നമുക്ക് ആധികാരികമായി പറയാൻ പറ്റും, ഈ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മൾ ഈ അടുത്ത് തന്നെ കണ്ടു, കർണാടകയിൽ നിന്ന് വന്ന ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യപ്പെട്ട 3 ആനകൾ, ഒരു മോഴ, ഒരു കൊമ്പൻ, വേറൊരു പിടിയാനയുടെ കേസിൽ. ഇതിൽ ഈ 3 ആനകളും നമ്മുടെ വയനാട് ബോർഡർ കയറിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതാണ് നമ്മൾ. അതിനുശേഷമാണ് നമ്മൾ തണ്ണീർക്കൊമ്പൻ്റെ വിഷയം അറിയുന്നത്. തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് 4 കിലോമീറ്റർ മതിയായിരുന്നു ആ തണ്ണീർക്കൊമ്പനെ ഓടിച്ച് കാട്ടിലേക്ക് കയറ്റി വിടുവാൻ വേണ്ടി. അവരതിനു വേണ്ടി എന്താണ് ചെയ്തത്? അതിൻ്റെ ആരോഗ്യം നോക്കിയിട്ടാണോ അവരെന്തെങ്കിലും പ്രവർത്തനം നടത്തിയത്? അല്ല, അവരൊരു ആരോഗ്യം നോക്കിയില്ല. ചെയ്യേണ്ട ഒരു SOP നോക്കാതെയാണ് ആ തണ്ണീർക്കൊമ്പനെ അവർ ഡാട്ട് ചെയ്തത്. അവസാനം നമുക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾ മൃഗസ്നേഹികൾ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പോകുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ആന ചെരിഞ്ഞു എന്നല്ല പറയുക, തണ്ണീർക്കൊമ്പനെ വനവകുപ്പ് കൊന്നു എന്നുള്ള വാക്ക് മാത്രമേ പറയത്തുള്ളൂ. കാരണം ഒരു വിധത്തിലുമുള്ള SOP നോക്കാതെയാണ് അവിടെ ഒരു പ്രക്രിയ നടന്നത്. ഇന്നിപ്പോൾ ഈ പറയുന്നത്, ഇപ്പം മോഴയാനയുടെ കേസ്, ഈ മോഴയാനയുടേത് വന്ന് ട്രാക്ക് ചെയ്യാൻ എല്ലാ ഓപ്ഷനും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ട്രാക്ക് ചെയ്തില്ല? റബേക്ക ജോസഫ്, നമുക്കിതിങ്ങനെ പറയാം, പക്ഷെ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചാൽ ഒരു മനുഷ്യജീവൻ പോകും. ഇതാണോ സ്വാഭാവികതയായി നിങ്ങൾ കാണുന്നത്? റബേക്ക ജോസഫ്, ഇത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ട്രാക്ക് ചെയ്തില്ലെങ്കിൽ ആളിന്റെ ജീവൻ നഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഇവിടെ നരിക്കൊമ്പനെ ഈ പറഞ്ഞതുപോലെ തമിഴ്നാട് ആ വനമേഖലയിലേക്ക് കടത്തിവിടുന്നു, റേഡിയോ കോളർ ഘടിപ്പിക്കുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? നാം കണ്ടതല്ലേ. ഈ കമ്പം എന്ന് പറയുന്ന മേഖലയിൽ ഇറങ്ങുന്നു. എവിടെയാണോ ഈ ഇടുക്കി പോലെ എവിടെയാണോ ഈ പറയുന്ന അരിക്കൊമ്പൻ വ്യാപരിച്ചിരുന്നത്, അതിനോട് സമാനതകളുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുന്നു. അവിടെയും ഒരു ജീവൻ നഷ്ടപ്പെടുന്നു അല്ലേ? ഈ കോളറൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്, ട്രാക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സംഭവിക്കേണ്ടത് സംഭവിച്ചു. അപ്പൊ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണോ ഇങ്ങനെ? പാൽരാജിന്റെ മരണം ഒരിക്കലും അരിക്കൊമ്പൻ മൂലമല്ല, അത് അവരുടെ കുടുംബം തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. തെറ്റായ വിവരം പറയരുത്. പാൽരാജ് എന്ന വ്യക്തി അരിക്കൊമ്പൻ വരുന്നത് കണ്ടപ്പോൾ ഭയന്ന് ബൈക്കിൽ നിന്ന് വീണു, ഇല്ല എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന് പലവിധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അരിക്കൊമ്പൻ വന്നത് പാൽരാജിന്റെ ക്ഷേമം അന്വേഷിക്കാനായിരിക്കില്ലല്ലോ. അല്ല, അതങ്ങനെ പറയുകയാണെങ്കിൽ അരിക്കൊമ്പൻ ആ നാട്ടിൽ കൂടെ മുഴുവൻ ഓടുകയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അരിക്കൊമ്പൻ കൊല്ലേണ്ടിയിരുന്നത് ആ പ്രായമായ ഒരു വലിയ സ്ത്രീയാണ്. അല്ലല്ല, അരിക്കൊമ്പന്റെ തെരഞ്ഞെടുപ്പ് തെറ്റിയെന്നാണ് അങ്ങയുടെ വാദമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും പാൽരാജ് ഉൾപ്പെടെ 8 പേരാണ്. പാൽരാജ് ഉൾപ്പെടെ 8 പേരാണ്. ഇനി അല്ലല്ല, പാൽരാജ് ഉൾപ്പെടെ 8 പേരുടെ ജീവനാണ് പോയിട്ടുള്ളത്. അതിലിപ്പോ വൃദ്ധയായ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കണമായിരുന്നു, പാൽരാജിനെ വിരട്ടിയാൽ മാത്രം മതിയായിരുന്നു. ഇതൊക്കെയാണ് അരിക്കൊമ്പന്റെ മനോഗതങ്ങളെന്ന് അങ്ങേക്ക് പറയാം. വേണു, തെറ്റുകൾ പറയാൻ പാടില്ല. ഞങ്ങളുടെ കയ്യിൽ RT വിവരാവകാശം വെച്ച് ഞങ്ങൾക്ക് റിപ്പോർട്ടുകളുണ്ട്. അരിക്കൊമ്പൻ എന്ന ഒരു ആന ഒരു മനുഷ്യനെയും കൊന്നതായിട്ട് തെളിവുകളില്ല എന്ന റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനെ വേണു ന്യായീകരിക്കരുത്. കൃത്യമായ വിവരങ്ങൾ പറയുക. ജനങ്ങൾ പറയുന്നത് മേ ബി അരിക്കൊമ്പൻ കൊന്നതായിരിക്കാം എന്ന് അവിടുത്തെ ജനങ്ങളാണ് പറയുന്നത്. പക്ഷെ വിവരാവകാശം റിപ്പോർട്ട് പ്രകാരം അരിക്കൊമ്പൻ എന്നൊരു ആന ഒരു വ്യക്തിയെയും കൊന്നിട്ടില്ലാത്ത റിപ്പോർട്ട് തന്നെയാണുള്ളത്. ശരി, പക്ഷേ അല്ല ഒരു സെക്കൻഡ് ആനയ്ക്കൊരു പേരുമിട്ട് ആന എത്ര പേരെ കൊന്നു, എത്ര പേരെ വിരട്ടി എന്നിടത്ത് തീരുന്നതല്ല ഇതിലെ പ്രശ്നങ്ങൾ. ഈ പിണറായിയുടെ കാലത്ത് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ വന്യജീവി ആക്രമണത്തിൽ 909 പേർ കൊല്ലപ്പെട്ടു എന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ഇതിൽ 706 കുടുംബങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകി. 203 കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഇപ്പോഴും അകലെ. 55,839 വന്യജീവി ആക്രമണങ്ങൾ ഇക്കാലത്ത് ഉണ്ടായിരിക്കുന്നു. 7,492 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഇതൊക്കെ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ്. 9 വർഷത്തിനിടെ 909 പേർ
വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജീവാപായിയായ ഒരു കാര്യമായി നിൽക്കുകയാണ്. ഇതെങ്ങനെയാണ് ലളിതമായി കാണാൻ കഴിയുക? വനംവകുപ്പിന് ഉത്തരവാദിത്തമില്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നാട്ടിൽ നടക്കാതിരിക്കുവാൻ? വനംവകുപ്പ് എന്ത് ഉത്തരവാദിത്തം, എന്ത് പ്രവർത്തനമാണ് ഇവിടെ ചെയ്യുന്നത്? ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം.